मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എല്ലാവരും എന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഹണിബണി, നിന്റെ റൂമിൽ ഒരു ബാഗ് ഉണ്ട്, അത് അലമാരയുടെ മേലെ വെക്കണേ. ഓക്കേ. പിന്നെ സോർദാർ, ഗ്യാസ് സിലിണ്ടറിന്റെ അടുത്തുള്ള വേസ്റ്റ് ക്ലീൻ ചെയ്തേക്കണേ. ഓക്കെ മാഡം. മേഡം, എനിക്ക് എന്തെങ്കിലും പണി തരണേ. ഓ വേണ്ട വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. ഓക്കെ ബൈ കുട്ടികളെ. സുഹൃത്തുക്കളെ, എനിക്ക് എന്ത് തോന്നുന്നു വെച്ചാ മാഡം ഇപ്പോഴൊക്കെ എന്നെ ഇഗ്നോർ ചെയ്യണം. അല്ലല്ല, മേഡം നമ്മളോട് എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കുക. പിന്നെന്താ എനിക്ക് ഒരു പണിയും തരാത്തത്? സുഹൃത്തുക്കളുടെ ഇടയിൽ കള്ളം പറയാതെ ഹണി. പോപ്പട്ട്, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ എന്തിന്? നീ ഒരു മടിയനെന്നാ അവരുടെ വിചാരം. ഹേയ്, ഞാൻ മടിയനല്ല. എനി ഡൗട്ട്? ഞങ്ങൾക്കില്ല. മാഡത്തിന് ഒരു പക്ഷേ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അവർ നീ വീക്കാണെന്ന് വിചാരിച്ചു കാണും. വീക്കോ? ഇത് എങ്ങനത്തെ കൈന്ന് വെച്ചാല് മലയെ തകർത്ത് അതിന്ന് വെള്ളം എടുക്കുന്ന കൈകളാണ്. പക്ഷെ അതൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള പണികളല്ലേ. വീട്ടിൽ 24 മണിക്കൂറും വെള്ളം സപ്ലൈ ഉള്ളപ്പോ നീ വെറുതെ മലയൊക്കെ തകർത്തുകൊണ്ട് വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യം എന്താ ഉള്ളേ? വേസ്റ്റ്. മാഡം തന്നെ ഒരു വേസ്റ്റ് എന്നാ കരുതുന്നേ. ഞാൻ സത്യം ചെയ്ത് പറയാണ്, ഞാൻ വേസ്റ്റ് അല്ലെന്ന് നിങ്ങൾ എല്ലാവർക്കും പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇത് തന്നെയാ വേണ്ടത് പോപ്പട്ട്. പക്ഷേ അവൻ എങ്ങനെയാ അങ്ങനെ ചെയ്യുക? അനിയാ, നീ ഒരു ഇന്റലിജന്റ് അല്ലേ? നല്ല ഏതെങ്കിലും ഒരു ഐഡിയ താ. ഐഡിയ അല്ലേ? ഒരു കല്ലില് 2 മാങ്ങ അടിക്കണം. എടാ ബണ്ണി, അതിനൊക്കെ കുറെ സമയം എടുക്കും. ആദ്യം ഇവൻ കല്ലുകൊണ്ട് എറിയാനൊക്കെ പഠിക്കണം. ഓ, നീ വായടക്കേ. ബനി, നീ ഐഡിയ കൊടുക്കേ. നഗരത്തില് ബല്ലു ബോക്സർ വന്നിട്ടുണ്ട്. നീ ബോക്സിംഗിന് ബല്ലൂനെ ചാലഞ്ച് ചെയ്യ. നീ ബലശാലിയാണെന്നും കാണിക്കാൻ പറ്റും. മാഡവും ഹാപ്പി ആവും. ഹേയ്, ഹണി ഇതാണോ വിചാരിച്ചേ? അതിന്ന് ഇടിച്ച് ഇടിച്ച് ഇല്ലാതാക്കി കളയും. അപ്പൊ ഒരു കാര്യം ചെയ്യ്, പുറത്ത് ഗോതമ്പ് ഉണങ്ങുന്നുണ്ട്, അവിടെ പോയിരുന്ന് പക്ഷികളൊക്കെ വിരട്ടി ഓടിക്ക്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മാഡത്തിനെ ഹാപ്പി ആക്കാൻ വേണ്ടി നീ എന്തെങ്കിലും എക്സ്ട്രോർഡിനറി ചെയ്യണം. നാളെ ബല്ലൂന്റെ ഫൈറ്റാ. അവന്റെ സ്റ്റൈൽ എന്താന്ന് വെച്ചാ മത്സരത്തിന് ശേഷം ഓഡിയൻസിനെ ചാലഞ്ച് ചെയ്യും. അപ്പൊ നീ അവന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യ. ഓക്കേ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ ബല്ലൂന്റെ കൂടെ മത്സരിക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? എനിക്ക് ശരിയായിട്ട് പാടുന്നില്ല. Don't underestimate the power of Popat. ഞാൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം. എന്താ എല്ലു പൊട്ടിക്കണമെങ്കിൽ മരത്തുനിന്ന് ചാടിക്കോ. എന്തിനാ അങ്ങനെ നാണം കെടുന്നേ? അവൻ പോട്ടെ ചേട്ടാ. പോപ്പട്ട് അടി മേടിക്കാൻ ഞാൻ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. Don't underestimate the power of Popat. ബല്ലു, ഞാനിതാ വരുന്നു. പോപ്പട്ട്, പോപ്പട്ട്, പോപ്പട്ട്. എന്റെ ദൈവമേ, ഈ ഗെയിമിൽ പോപ്പട്ടിന് വല്ലതും സംഭവിക്കുന്നാ തോന്നുന്നേ. പോപ്പട്ട്, പോപ്പട്ട്. മതി മതി, പോപ്പട്ട് തോറ്റു. മേഡത്തിനെ ഫൈറ്റ് കാണാൻ വിളിക്കുന്നത് വളരെ നന്നായി. ഇല്ലെങ്കിൽ പോപ്പട്ടിനാകെ നാണക്കേടായനെ. എത്ര വലിയ കുളം ആയാലും അതിനെ കൊണ്ട് കടലാവാൻ പറ്റില്ല. എന്നെ കൊണ്ട് മാഡത്തിനെ ഒരിക്കലും ഇംപ്രസ് ചെയ്യാൻ പറ്റില്ല. നോക്ക്, മാഡത്തിനെ ഇംപ്രസ് ചെയ്യാൻ ഫൈറ്റ് മാത്രമല്ല ഒരു വഴി. പിന്നെ അവൻ വേറെ എന്ത് ചെയ്യും? മാഡത്തിന് പൂക്കൾ ഇഷ്ടമാണ്. ആ മലയുടെ താഴ്വാരത്ത് നിറയെ റേർ പൂക്കൾ കിട്ടും. അതുകൊണ്ടൊന്ന് മാഡത്തിന്റെ കയ്യിൽ കൊടുത്താൽ മാഡം ഇംപ്രസ് ആവോ. മഞ്ഞുമല കേറുന്നത് നിനക്ക് അത്ര എളുപ്പമാണോ?
ബല്ലൂന്റെ നടി മേടിച്ച് നിന്റെ ബുദ്ധിയെല്ലാം ഗാലിയായി പോയോ? നീ പോപ്പട്ടാളാ, ഞങ്ങൾ ബേസ് വരെ നിന്റെ കൂടെ വരാം. എന്നിട്ട് നീ പറന്നുപോയി പൂക്കൾ പറിച്ചോണ്ട് വാ. ഞാൻ പേടിയിൽ മറന്നുപോയി എന്നെ കൊണ്ട് പറക്കാനും സാധിക്കുമെന്ന്. എനി ഡൗട്ട്? ഈ മലയുടെ താഴ്വാരത്ത് ഒരു പച്ചക്കല്ലിന്റെ പറക്കയാ ഈ പൂ വളരുന്നത്. ഓൾ ദി ബെസ്റ്റ് പോപ്പട്ട്. താങ്ക് യു. ഓ, എന്തൊരു തണുപ്പ്! മനസ്സിനെ തണുപ്പിക്കണമെങ്കിൽ ശരീരത്തിന്റെ തണുപ്പ് താങ്ങി തന്നെ ആകണം. എനി ഡൗട്ട്? ആ പൂ എവിടെയാണ്? അയ്യാ! അയ്യോ, ഞാൻ സത്യം ചെയ്ത് പറയാണ്, ഞാൻ ബലഹീനതയാണ്, ഞാൻ പേടിത്തൊണ്ടനാണ്, എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അയ്യോ, പോപ്പട്ട് ഫ്രീസ് ആയി പോയി. വാവനെ കാറിനകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ബണി, ഈ കളിയിൽ പോപ്പറ്റിന്റെ കോൺഫിഡൻസ് കുറഞ്ഞിരിക്ക. ആ, അപ്പൊ അവന്റെ കോൺഫിഡൻസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ബണ്ണിയുടെ എന്ത് ഐഡിയാസിനാ കുറവുള്ളത്? ഓ, വണ്ടിക്ക് എന്ത് പറ്റി? നോക്കട്ടെ മാഡം. ഞാനും സാറില്ല, പോട്ടെ. അടിപൊളി ജോർദാർ, നീ ഏത് സമയത്താണോ പെട്രോൾ ഇട്ടത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താ വന്ന് വണ്ടി നിന്നത്. അതെ, ഇന്ന് പോപ്പറ്റിന് മാഡത്തിന്റെ കൺമുൻപിൽ ഹീറോ ആക്കണം. ഞാൻ ടാക്സിക്കാരൻ നദീരെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോപ്പട്ടിനെ അങ്ങോട്ടേക്ക് അയച്ചു വിടാം. വാ മാഡം, സഹായത്തിന് ആരെങ്കിലും കൊണ്ടുവരണം. ഓ, ഇപ്പൊ എന്താ ചെയ്യാ? ഈ കാട്ടിൽ ഈ സന്ധ്യാസമയത്ത് ആരെ സഹായിക്കാനുള്ളത്? ഇനിയിപ്പൊ എന്തു ചെയ്യും? പൊപ്പട്ടുണ്ടല്ലോ. ഇവൻ എന്റെ റിമോട്ട് കാർ പോലും ശരിയാക്കാൻ അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെയാ ഈ വലിയ കാർ റെഡിയാക്കുന്നേ? അവൻ പറന്നുപോയി. അടുത്തുള്ള ആരെങ്കിലും ഹെൽപ്പിനെ വിളിച്ചോണ്ട് വരില്ലേ? പോപ്പട്ട്, ഒന്ന് വേഗം പോവൂ, ഇവിടെ കാട്ടുമൃഗങ്ങൾ ഉള്ളതാ. ഓക്കെ മാഡം. ചേട്ടാ, എന്താടാ ഇത്? 7 ദിവസമായി നമ്മൾ കാട്ടിൽ ഒളിച്ചിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ആരെയും കൊള്ളയടിച്ചിട്ടില്ല. ബോർ അടിക്കുന്നു. അതെ ചേട്ടാ, ഈ ജീപ്പ് നിങ്ങളുടേതാണോ? അതെ, കഴിഞ്ഞ 7 ദിവസമായിട്ട് ഇത് ഞങ്ങളുടേതാ. ഞങ്ങളുടെ മേഡവും കാട്ടിൽ കുടുങ്ങിപ്പോയി. നിങ്ങളെ കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ഓ, തീർച്ചയായിട്ടും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടുന്നാ തോന്നുന്നു. നിങ്ങൾ എന്താ പറയുന്നേ? ഒന്നുമില്ല. കാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ? അതുകൊണ്ടാ ദൈവം ഞങ്ങളെ വിളി കേട്ടു എന്ന് ഇവൻ പറഞ്ഞത്. വരൂ. അല്ല, ഈ പൊപ്പിട്ട് ആരെയാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? അതെ ചേട്ടാ, ഈ കാറ് കെട്ടി വലിച്ച് അടുത്തുള്ള റിസോർട്ടിലൊന്ന് കൊണ്ടുവിടാമോ? ആഹാ, തീർച്ചയായും. പക്ഷെ അതിനു മുമ്പ് നിങ്ങളെ പൈസയും സ്വർണ്ണവും എല്ലാം അഴിച്ചു താ. ഈ ചെറിയ പണിക്ക് ഇത്രയും വലിയ സാധനങ്ങളോ? ഞങ്ങള് മോഷ്ടാക്കല, ഞങ്ങളെല്ലാം മേടിക്കും. നിങ്ങളുടെ ലോക്കറ്റും സാധനങ്ങളൊക്കെ തരൂ. നിനക്ക് ലോക്കറ്റ് ഇല്ല, അടിന്റെ കുറവാ.
അയ്യോ വേണ്ട കുട്ടികളെ, അവർ അപകടകാരികളാ. അവർ പറയുന്നത് അനുസരിച്ചേക്ക്. ആ ചെയിൻ എന്താ? അയ്യോ ഇല്ല, ഇതെന്റെ അമ്മ തന്ന ഗിഫ്റ്റാ. നിന്നോട് തരാനല്ലേ പറഞ്ഞേ? ഹേയ്, നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എനി ഡൗട്ട്? അയ്യോ നിർത്ത്. തുടങ്ങിയത് അവൻ, പക്ഷേ അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കും. എനി ഡൗട്ട്? ഞാനിപ്പോ സത്യം ചെയ്ത് പറയാണ്, ഇവരുടെ നില ഞാൻ എങ്ങനെ മാറ്റാൻ പോകുന്നെന്ന് വെച്ചാ ഇവരായിട്ട് ജയിലിൽ പോകാൻ ആഗ്രഹിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണം. എല്ലാ സാധനങ്ങളും തിരിച്ചു വേവിച്ചോളൂ, ഞങ്ങളോട് ക്ഷമിക്കണം. പോപ്പർ, നീ വളരെ സ്ട്രോങ് ആണല്ലോ. നീ ഇന്ന് ഞങ്ങൾ എല്ലാരെയും രക്ഷിച്ചിരിക്കുന്നു. എന്ന് വെച്ചാ ഇനി നിങ്ങൾ എന്നെ ഇഗ്നോർ ചെയ്യില്ലല്ലോ അല്ലേ? എന്ത്? ഞാൻ ഇതുവരെ നിന്നെ ഇഗ്നോർ ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾ എനിക്ക് ഒരു പണിയും തരുന്നില്ല. എല്ലാം ഇവൻ 3 പേർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അയ്യോ പോപ്പർ, ഞാൻ അങ്ങനെയൊന്നും കരുതി ചെയ്തതല്ല. നിന്നോട് ഇങ്ങനെയൊക്കെ ആരാ പറഞ്ഞ ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്യുന്നു? ഇവര് 3 പേരാണ് പറഞ്ഞത്. അത് ഞങ്ങള് വെറുതെ തമാശക്ക് പറഞ്ഞല്ലേ. തമാശയോ? എന്നെ ബോക്സറിന്റെ അടുത്ത് നിന്ന് അടി മേടിപ്പിച്ച് മഞ്ഞക്കട്ടയായി മാറ്റി. കാരണം മേഡം എംപ്രസ് ആകുമെന്ന്. ഹണി ബണി സോഡാ. സോറി മേഡം. സോറി മേഡം, 1 മിനിറ്റ് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്. ഇവരടുത്ത് ഞാൻ ഇറ്റ്സ് ഓൾ റൈറ്റ് പറഞ്ഞിട്ട് വരാം.